സർ നമസ്കാരം. വീണ്ടും ചോദിക്കാനുള്ളത് ട്രംപിനെ കുറിച്ച് തന്നെയാണ്. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം റഷ്യക്കൊക്കെ വലിയ വാർണിംഗ് ഒക്കെ കൊടുത്തിരുന്നു. എല്ലാ എണ്ണവും കാത്തിരുന്നു. ഞാനിപ്പോൾ ശരിയാക്കി കളയും, അങ്ങ് ചീന്തി കളയും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത വരുന്നത് റഷ്യക്ക് സമീപം അവരുടെ 2 അന്തർവാഹിനികൾ ഉണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് അത്ര പന്തിയുള്ള കാര്യമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതൊരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളൊക്കെ റഷ്യക്ക് സമീപം US വിടുന്നത് സർ? ഇത് കഴിഞ്ഞ ദിവസം ഈ അന്തർവാഹിനികൾ തയ്യാറായിക്കോളാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓർഡർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള രീതിയിൽ ഇപ്പം ഈ പറയുന്ന പോലെ ഈ അന്തർവാഹിനികൾ റഷ്യക്ക് സമീപം ഉള്ളതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് റഷ്യ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പൊ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇവന്മാരെ നേരത്തെ എവിടെ കിടന്ന് കറങ്ങുക, അവരുടെ ഭാഷയിൽ പറയുന്നു, കറങ്ങുക, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്, അവന്റെ പരിധിയിലാ കിടന്ന് കറങ്ങുന്നത്, നമ്മുടെ പരിധിയിലോട്ട് കയറിട്ട് നമുക്ക് ആലോചിക്കാം. ഇയാള് 2 അന്തർവാഹിനിയും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. കണ്ടമാന അന്തർവാഹിനികൾ ഒക്കെ ഉണ്ട് ഈ റഷ്യയിൽ. അതുകൊണ്ട് ഞങ്ങളെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട, അതായത് ഇസ്രായേലിലും ഇറാനും ഒക്കെ പോയി പേടിപ്പിച്ചാൽ മതി, ഇവിടെ ഒന്നും വില പോകത്തില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഉക്രൈൻ റഷ്യ വാർ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മനുഷ്യൻ ആദ്യമേ പോയിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇയാള് ഇലക്ഷന് മുമ്പ് പറഞ്ഞ റഷ്യയിലെ പുടിനുമായിട്ട് വലിയ സൗഹൃദമൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ വന്നു. ഇലക്ഷന് ശേഷം ഞങ്ങള് ഇപ്പൊ 3-4 യുദ്ധം പുള്ളി അങ്ങ് നിർത്തിയായിരുന്നു. ഒന്ന് അറിയാമല്ലോ, ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, ഇറാനും ഏത് ഇപ്പൊ വെടിനിർത്തൽ, ഇറാനും ഹമാസും അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള വെടിനിർത്തൽ കഴിഞ്ഞ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇല്ല, പണ്ടുള്ള ഒരു ഇതിനകത്ത് ചോദിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു. ഇസ്രായേലാണെങ്കിൽ ഹമാസിനെ തീർത്തടിച്ച് ഇനി ഹമാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇയാൾ നിർത്തിയ ഒരു യുദ്ധമാണ്. രണ്ടാമത് ഇയാൾ നിർത്താൻ വന്ന ഒരു യുദ്ധമാണ് ഈ പറഞ്ഞ പോലെ റഷ്യൻ യുക്രൈൻ യുദ്ധം. അപ്പൊ ഈ കാര്യമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കഴിഞ്ഞാല് പുടിൻ നമ്മുടെ കൊച്ചാട്ടനാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും, നല്ല സുഹൃത്താന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ വിചാരിച്ച് ഇയാളെ പുകഴ്ത്തുമ്പോ ഇയാൾ പൊങ്ങുന്നത് പോലെ ഇയാള് പുകഴ്ത്തിയാല് പുടിൻ വീഴുമെന്ന് വിചാരിച്ചു. പുടിൻ പറഞ്ഞാൽ നല്ലതാ, കൊച്ചാട്ടൻ പറയുന്നത് ചേട്ടൻ പറയുന്നതൊക്കെ ശരിയാ, എനിക്ക് സുഖിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ കാര്യം വരുമ്പോ എനിക്ക് ആലോചിച്ച തീരുമാനിക്കാനൊക്കെ തോന്നുന്നു. യുദ്ധം നിർത്തണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കാം. നിർത്താം. ആ 20% ഇപ്പൊ കിടക്കുന്ന ഈ പറയുന്നത് പോലെ യുക്രൈന്റെ ആ 20% സ്ഥലം നമുക്ക് ഇങ്ങോട്ട് തരുമോ, പിന്നെ ഇതിനെ നിബന്ധനകൾ വെക്കുക, അതനുസരിച്ച് നമുക്ക് യുദ്ധം നിർത്താന്ന് പറയുമ്പോൾ കൊച്ചാണ്ട് മനസ്സിലായി ഇവൻ നമ്മൾ കണ്ട പുള്ളിയല്ല, ഇവനെ അങ്ങനെ ഒരു പരുവത്തിനും ഒക്കത്തില്ല, ഇവൻ നിന്ന് തരത്തില്ല. അപ്പൊ ഇപ്പൊ പുള്ളി വരട്ടാൻ പറഞ്ഞു. ഇയാൾക്ക് നമ്മളെ അങ്ങനെ വരട്ടിയത്. റഷ്യയിൽ ആരൊക്കെയാ പൈസ കൊടുക്കുന്നത്, റഷ്യയിൽ നിന്ന് ആരൊക്കെയാ സാധനം മേടിക്കുന്നത്, റഷ്യയിൽ നിന്ന് ആരൊക്കെയാ ആയുധം മേടിക്കുന്നത്, അതോ ഞാൻ നോക്കിയപ്പോൾ 1 ഇന്ത്യയാണ്, 2 ചൈനയാണ്, 3 ബ്രിക്സ് ആണ്. അപ്പം ഇപ്പൊ ഇന്ന് നമ്മൾ മറുപടി തീർത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനം മേടിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. ഇയാളുടെ ഇതനുസരിച്ചല്ല, ഇവിടുത്തെ എക്കണോമിക് അനുസരിച്ച് നമ്മുടെ വളർച്ച അനുസരിച്ച് സാധനം മേടിക്കുന്ന അതിനുള്ള പ്രായം നമുക്കുണ്ട്. അങ്ങനെ ഈ നാടൻ ഭാഷയിൽ പറയും, പ്രായം നമ്മളുണ്ട്, കൊച്ചാടന്റെ കാര്യം നോക്കി എന്താന്ന് വെച്ചാൽ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. ചൈനയെ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ബ്രിക്സ് പറഞ്ഞത് അറിയാമല്ലോ, ബ്രിക്സും ചൈന നമ്മൾ ഈ 3 രാജ്യം, ബ്രിക്സ് അല്ല ബ്രസീൽ പറഞ്ഞത് അവന്റെ അവിടോട്ട് ഒരു 3% സാധനം നമ്മൾ കയറ്റിവിടുന്നുള്ളൂ, അത് അവന് ഇനി കയറ്റിവിടുന്നുമില്ല. അവന്റെ ഇടപാട് നമുക്ക് വേണ്ട. ഒരു രാജ്യം പറയുക അമേരിക്കയെ പറ്റി, അവനായിട്ടുള്ള ഇടപാട് നമുക്ക് വേണ്ട. അപ്പൊ അതും ബ്രസീൽ അങ്ങനെ പറഞ്ഞു. ഞാൻ പണ്ടൊന്നും പറയത്തില്ല, പറയുന്നു ആ രീതിയിലേക്ക് അമേരിക്ക മാറി, ഞാൻ പറയുക. അപ്പം അങ്ങനെ വന്നിട്ട് 50 ദിവസത്തേക്കോ ഉടനെ നിർത്തിക്കണം. ഇപ്പൊ നമുക്ക് തിട്ടൂരം തന്നു, ഞാൻ പറഞ്ഞതുപോലെ എന്താ പറഞ്ഞാൽ അവിടെ സാധനം മേടിക്കാൻ പറ്റത്തില്ല. ആദ്യം ട്രംപ് പറഞ്ഞു, അന്നേരം നമ്മൾ മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞു, ഏതാണ്ട് യൂറോപ്യൻ കൺട്രീസ് ചാടാക്കുകൾ നിങ്ങളോട് പറഞ്ഞേക്കണം കേട്ടോ. അവര് പറഞ്ഞു നമ്മള് ഇയാളുടെ കാര്യം നോക്കാൻ പറഞ്ഞു. ഈ നാറ്റോ രാജ്യങ്ങൾ എടുത്ത് പറഞ്ഞു, നാറ്റോ എടുത്തും പറഞ്ഞ് കാര്യം നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസുമായിട്ട് നമ്മള് കാര്യങ്ങൾ ആലോചിച്ചു, സംസാരിച്ചു. അത് കഴിഞ്ഞ് ബ്രിട്ടനുമായിട്ട് കരാറുണ്ടാക്കി. അപ്പം ഇതിനകത്ത് കയറി നമ്മൾ ഇവന്റെ കരാറുണ്ടാക്കി, ഇവൻ പറയുന്നതിനകത്ത് യാതൊരു മൈൻഡും കൊടുക്കാതെയും അതിനുശേഷം നമ്മൾ നേരത്തെ പല ചർച്ചകളിലും വെച്ചാൽ ഇയാൾ പറയുന്ന ഓരോ കാര്യം കഴിയുമ്പോൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമ്മൾ അരി അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുക്കും. അതിനുശേഷം കണ്ടക്ടറുകൾ കയറ്റി അയച്ചു കൊടുക്കും. ഇന്നലെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും മാരകമായ സ്ഫോടകവസ്തുക്കൾ വളരെ കാലം കൊണ്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കും. ഒരു പുല്ലിന്റെ വില നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു വില താഴെന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ എന്ന് പറഞ്ഞാല് ഒന്നിന്റെയും വില കൊടുക്കാത്ത രീതിയിലേക്ക് ഈ ട്രംപിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളിപ്പോ 2 അന്തർവാഹിനികൾ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അവരെ വരട്ടാൻ ചെന്നിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല 2 ബാലിസ്റ്റിക് മിസൈല് അമേരിക്ക വലിയ സൈനിക ശക്തിയൊക്കെ ആയിരിക്കും, അവിടെ കണ്ടവാങ്ങുന്ന സാധനങ്ങളൊക്കെ കാണും. റഷ്യയെ പോലുള്ള രാജ്യത്തിനകത്ത് കളിക്കാൻ നിന്നാൽ
റഷ്യക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. വീണ്ടും സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാനാണെന്നല്ലോ നമ്മുടെ അടുത്തെല്ലാം പറഞ്ഞ് എണ്ണ മേടിക്കുന്നത്. സാമ്പത്തിക റഷ്യ വിചാരിക്കുക ഈ യൂറോപ്യൻ രാജ്യത്തിനകത്ത് നാറ്റോ രാജ്യങ്ങൾ അമേരിക്ക അങ്ങനെ സൂചിച്ചു പോകണ്ട, അവനൂടെ യുദ്ധത്തിനകത്താകട്ടെ. അന്നേരം ഇവർ ഈ അവരതിന് ശ്രമിക്കുന്നുണ്ട്. 4-5 രാജ്യത്തിനകത്തേക്ക് ഈ പറയുന്ന പോലെ ബാലിസ്റ്റിക് മിസൈലും മറ്റേത് മറിച്ചൊക്കെ വെച്ചാൽ അമേരിക്കയിലെ ഈ സായിപ്പന്മാർ വലിയ യുദ്ധം ഉണ്ടാക്കി ആയുധം വെച്ച് സുഖിച്ച് ജീവിച്ചിട്ടുള്ള 100 കൊല്ലത്തിന് മുമ്പുണ്ടായ ഒരു യുദ്ധമേ ഉള്ളൂ അവിടെ. അറിയാമല്ലോ, ഈ യുദ്ധം വളരെ കാലം കൊണ്ട് അവിടെ ഒന്നുമില്ല. അവിടെ അവരുടെ 2-3 സ്ഥലത്ത് വൃത്തിയായിട്ട് 2-3 ബാലിസ്റ്റിക് മിസൈലും 10 ഡ്രോണൂടെ ചെന്ന് വീഴാമെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ കയറിയ ആൾക്കാർ അടിക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം, ഇയാൾ മുഖാന്തരം ഈ രാജ്യത്ത് തമാശ പറഞ്ഞല്ല, അതേ രീതിയിലേക്ക് പണ്ട് ഈ പറയുന്ന ഈ ചെറിയ അസാരസ്യങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പണ്ട് വേൾഡ് ട്രേഡ് സെന്ററിന് ശേഷം അവർ വിരണ്ടോടി. ഈ പറഞ്ഞ നായൊക്കെ പേടിച്ചുപോയി. അതിനുശേഷം പല ഈ ട്രക്ക് കയറ്റുന്ന മറ്റേ മറിച്ചൊക്കെ വരുമ്പോ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതായത് ഇതിനെയൊന്നും ഫേസ് ചെയ്തിട്ടുള്ള പാരമ്പര്യമില്ല. അതാണ് ഇയാൾ തകർക്കാൻ പോകുന്നത്. റഷ്യ തീരുമാനിച്ച് രണ്ടും കെട്ട് അവരടിക്കാൻ തുടങ്ങിയാൽ ഇവർ പറയുന്നത് പോലെ ഇപ്പം ഈ ലോകക്രമത്തിനകത്തുള്ള ഒരു വ്യത്യാസം വരും. ഇപ്പൊ ഇയാൾ ഈ കാണിക്കുന്ന തോന്നിവാസവും താരിഫ് യുദ്ധവും അല്ലെങ്കിൽ വെല്ലുവിളികളും ഒക്കെ വെച്ചിട്ട് ഒരു വല്ലാത്ത ലോകക്രമത്തിലേക്ക് വരുന്നുണ്ട്. റഷ്യയുടെ കൂടെ ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്, ഈ പറയുന്ന ഉത്തര കൊറിയയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇറാനുണ്ട്. ഇറാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ സാധനം മേടിക്കുന്നതിന് നമ്മുടെ 4-5 കമ്പനികളെ ബാൻ ചെയ്തപ്പോൾ ഇറാൻ പറഞ്ഞില്ലേ, മര്യാദകളെ കാണിക്കുന്നത്, ഞങ്ങളുടെ സാധനം മേടിക്കും, ഇയാൾക്ക് എന്താ വേണം. അപ്പൊ അതേ രീതിയിൽ ഇങ്ങനെ ലോകക്രമം വരികയും ഏതെങ്കിലും ഒരു പ്രഷർ വരികയോ ഒക്കെ ചെയ്താൽ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാൽ ഒരു 3-ാം ലോകമഹായുദ്ധത്തിനുള്ള ഒരു സാധ്യതയിലേക്കൊക്കെ കാര്യങ്ങൾ വഴുതി വീണാൽ അമേരിക്ക ഈ പറയുന്ന പോലെ പിടിച്ചേക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് യുദ്ധം ഉണ്ടാക്കി അങ്ങേയറ്റം വരുന്ന രാജ്യത്തിനകത്ത് അന്ന് 2-ാം ലോകമഹായുദ്ധ സമയത്ത് ഇവർ ഈ ബാക്കിയുള്ളവന്റെ യുദ്ധം ഉണ്ടാക്കി അവനെ ആരും അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് ചെല്ലാത്തൊരവസ്ഥ. ഒരു ഒതുങ്ങിയ ഭാഗത്താണ്, ദൂരക്കൂടാണ്, അങ്ങനെ ഇരുന്ന് കാശുണ്ടാക്കി വന്നൊരു സമയം. ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ വരുതിയിലേക്ക് അപ്പൊ ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു വന്നത് 2 അന്തർവാഹിനികൾ അവിടെ റഷ്യയുടെ വട്ടം ചുറ്റി അടിച്ചിട്ട് ഏതാണ്ടൊക്കെ സാധിക്കുമെന്ന് കാണിച്ചാൽ റഷ്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പം ലോകത്ത് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഭീതിയോടുകൂടി ചർച്ച ചെയ്യുന്നത് തുടങ്ങിയാൽ അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരും. പണത്തിനേ ഉള്ള അല്പം കുറവ്, അത് വേണ്ടി വന്നാൽ ഇന്ത്യ അങ്ങ് കൈകാര്യം ചെയ്ത് കൊടുക്കും തൽക്കാലത്തേക്ക്. അമേരിക്ക ഒന്ന് ചവിട്ടിയാൽ, അമേരിക്ക ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ 2027-28 ആകുമ്പോഴത്തേക്ക് 3-ാം ലോകശക്തിയായിട്ട് വരാൻ പോകുന്ന ഇന്ത്യ മാത്രമല്ല. നേരത്തെ ഒരു സ്റ്റഡിക്കകത്ത് വന്ന ഇനി ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ ലോകത്തിലെ നമ്പർ 1 രാജ്യമാകാൻ ആദ്യ സാധ്യതയുള്ള ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലോകത്തിൽ പല പഠനങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അതിജീവിച്ച് ഏറ്റവും നമ്പർ 1 സാമ്പത്തിക ശക്തിയായിട്ട് വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ആദ്യം ഇന്ത്യയാണ് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ ഇദ്ദേഹം കളിക്കുന്ന കളി ഒരുപക്ഷെ അതൊരു കൈവിട്ടു പോകുന്ന കളിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം ഈ പറയുന്ന അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതല്ല. ഇപ്പം റഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, യുദ്ധത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ പറയുന്നത് പോലെ ഇതിലേക്ക് യുക്രൈനെ വലിച്ചിറക്കി വിട്ട് റഷ്യക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ നിൽക്കുന്ന അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോയ്ക്കും ഒക്കെ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം നോക്കിയിരിക്കുന്ന റഷ്യക്ക് ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരും. അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാം. ഏതായാലും ഇപ്പം റഷ്യ മുൻ പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും കാണിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടുണ്ട്, ഒത്തിരി ആണവ അന്തർവാഹിനികളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് റഷ്യ. അതൊക്കെ നിങ്ങൾ ഒക്കുന്നിടത്ത് കൊണ്ട് കാണിച്ചാൽ മതി. അതായത് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ അടുത്തോ ഇറാന്റെ അടുത്തോ ഒക്കെ കാണിച്ചാൽ മതി. ഇറാൻ പോലും ഈ വക വെച്ചിട്ടില്ല. ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ബേസിലേക്ക് അയച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ മുമ്പ് അതുകൊണ്ട് ഒരു ബേസിലേക്ക് പറഞ്ഞ 2 മിസൈൽ വിട്ടപ്പോഴത്തേനും അമേരിക്ക അവിടുത്തെ പടവും മുടക്കി പോയി. ഹൂത്തികളുടെ അടുത്ത് 3 ദിവസത്തെ ബോംബിങ് കഴിഞ്ഞപ്പോ ഹൂത്തി തിരിച്ചടിച്ചപ്പോ അമേരിക്ക നിർത്തിയിട്ട് പോയി. അറിയാം, അമേരിക്ക ഈ പറയുന്ന പോലെ പഴയതുപോലെ നിൽക്കത്തില്ല. അമേരിക്ക കുറെ കാലം കൊണ്ട് അവരെ പരാജയത്തിലാണ്. ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാന്റെ കാര്യം അറിയാമല്ലോ. അതിനു മുമ്പ് നടത്തിയ ഏത് യുദ്ധമുണ്ട് അമേരിക്ക വിജയിച്ചത്? പുറകോട്ട് പരിശോധിച്ചാൽ ഒരു യുദ്ധങ്ങളും അമേരിക്ക വിജയിച്ചിട്ടില്ല. അമേരിക്ക ഈ ഏറ്റവും അവസാനം നമ്മൾ ഇറാന്റെ യുദ്ധം പരിശോധിക്കും. ഇറാനകത്ത് കൊണ്ടുവന്ന് ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ട് പോയ ഇപ്പൊ ഇന്നലെ ആ മുറുക്കൻ അവിടെ നിന്ന് വെല്ലുവിളിക്കുക.
ഇയാൾ എന്തോ കാണിച്ചു, ഞങ്ങൾ ഇനി അണുവായുധം ഉണ്ടാക്കും. തമാശയല്ല, ഞങ്ങൾ ഇനി അണുവായുധം ഉണ്ടാക്കും, ഞങ്ങൾ ഇയാളെ ഇങ്ങോട്ടങ്ങ് ഇവിടങ്ങ് വീണ് ഞങ്ങളുടെ ഒന്നും തകർന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരാജയമാണ്. ഇയാള് പ്രസ്താവന നടക്കുകയാണ്, 3 ഈ പറയുന്ന ബങ്കർ ബ്ലസ്റ്റർ ബോംബ് കൊണ്ടിടുന്നു, ആർക്കും ഇല്ലാത്ത വിമാനത്തിൽ കൊണ്ടിടുന്നു, ആർക്കും ഇല്ലാത്ത ബോംബ് അവിടെ കൊണ്ടിടുന്നു, തകർന്നെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് പ്രസ്താവന ഇറക്കുന്നു. പ്രസ്താവന ഇറക്കിയതിന്റെ പിറ്റേന്ന് പറയുന്ന ഇടവച്ചാട്ട ഇവിടെ ഒന്നും തകർന്നിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മള് പ്രസ്താവന ഇറക്കിയല്ല സിന്ധുവിന് ശേഷം, ആരെങ്കിലും പറഞ്ഞോ? ഇന്ത്യൻ പ്രധാനമന്ത്രി വിശദീകരിച്ചല്ലോ സിന്ധുവിന് ശേഷം. ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഖണ്ഡിക്കാൻ പറ്റുമോ നമ്മൾ പറഞ്ഞ കാര്യം അങ്ങനെയല്ലെന്ന്? പറ്റിയിട്ടില്ല. അതാണ് പറയുന്നതിനകത്ത് ഉള്ള വ്യത്യാസം. അതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി ട്രംപ് മാറുന്നു, അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നു, അമേരിക്ക മാറുന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഏതായാലും റഷ്യ എടുത്ത് കളിച്ചാൽ റഷ്യ കളി പിടിപ്പിക്കും. അതിനുള്ള കപ്പാസിറ്റി റഷ്യക്കുണ്ട്. അത് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ റഷ്യക്ക് എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ ആ പാളിച്ച നികത്തുന്നതിന് വേണ്ടി ഉള്ള സഖ്യരാജ്യം ഇപ്പൊ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. അത് ബലപ്പെട്ടു വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഏതായാലും ഇപ്പം ലോക മാധ്യമങ്ങളും അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നു, ആശങ്കയോടുകൂടി ഈ പറയുന്ന അന്തർവാഹിനികളുടെ കാര്യം പറഞ്ഞു. നാളെ കാലത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും കഴിയത്തില്ല. ഏതായാലും ഒരു പ്രതിസന്ധിയിലും ഒരു പ്രഷറിലേക്കും ഒക്കെയാണ് പോകുന്നത്. 50 ദിവസം കൊടുത്തിരുന്ന യുദ്ധം നിർത്തണമെന്ന് കൊടുത്തിരുന്നത് ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നു 16 ദിവസം. 16 ദിവസത്തിനകം തീരുന്നതിന് അതിനു വേണ്ടി സമയമില്ല. അതിനുശേഷം എന്ത് കാണിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റാതെ വീണ്ടും ട്രംപ് ബ്ലീച്ച് ആവുന്ന ഒരു അവസ്ഥയായിരിക്കും ഇതുവരെ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ട്രംപിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നൊബേൽ പ്രൈസാണ്. അതിനുവേണ്ടി യുദ്ധങ്ങൾ നിർത്തുന്നു എന്നുള്ളതാണ്. യുദ്ധം നിർത്താൻ ഇറങ്ങി പുറപ്പെട്ട ട്രംപ് തുറന്നു വെച്ചത് 6 പോർമുഖങ്ങളാണ്, 6 യുദ്ധങ്ങളാണ്. ഇപ്പോഴും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് എനിക്ക് നൊബേൽ പ്രൈസ് വേണമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ട്രംപ് ഇതിനിടയിലൂടെ ഒരു വലിയ യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം ചെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റഷ്യ അമേരിക്ക യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിൽ തന്നെ അവസാനിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും അത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.